പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സൈക്കിൾ ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. ആരോഗ്യചക്രം. ഹോ, എന്തൊരു പുകയും പൊടിപടലവുമാണ്! ഇങ്ങനെ വാഹനങ്ങൾ പാഞ്ഞു പോയാൽ നടന്നു പോകുന്നവരെന്തു ചെയ്യും? കുഞ്ചുകുരങ്ങൻ ആവലാതി പറഞ്ഞു. കാട്ടിൽ ഈയിടെയായി വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അവ പുറത്തുവിടുന്ന പുകയും പൊടിപടലങ്ങളും കഠോരമായ ശബ്ദവും സാധുമൃഗങ്ങളെ വല്ലാതെ വലച്ചു. വ്യായാമത്തിൻ്റെ കുറവ് മൂലം പല മൃഗങ്ങൾക്കും രോഗ അവസ്ഥകളാണ്. കാരണം ചെറിയ ദൂരത്തേക്ക് പോലും അവർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിനെതിരെ ബോധവൽക്കരണം നടത്താൻ കുട്ടികളായ കുറച്ച് മൃഗങ്ങൾ ഉത്സാഹിച്ചു. മരങ്ങൾക്കിടയിലൂടെ വേഗത്തിൽ സൈക്കിളിൽ കുതിക്കുന്ന ഫിൻലി കുറുക്കനാണ് അതിന് നേതൃത്വം നൽകിയത്. കൂട്ടുകാരായ ഭേരു കരടിയും ലോലു കുരങ്ങും അവരോടൊപ്പം കാട്ടിൽ വാഹനങ്ങൾക്കെതിരെ പ്രചരണം നടത്താൻ തീരുമാനിച്ചു. മോട്ടോർ വാഹനമോടിച്ചിടും ചേട്ടന്മാരെ നിന്നാട്ടെ, ചൂടും പൊടിയും പറത്തിടുന്ന വാഹനവേഗം കുറച്ചാട്ടെ. അവർ ചീറിപ്പായുന്ന വാഹനങ്ങളെ കൈ കാണിച്ച് നിർത്തി വേഗത കുറയ്ക്കാൻ ഉപദേശിച്ചു. നടന്നു പോകുന്നവരോട് പറഞ്ഞു, നിങ്ങൾ വാഹനങ്ങളെ ഭയന്ന് വലഞ്ഞിരിക്കുകയാണല്ലേ? നമുക്കെല്ലാം സൈക്കിളുകൾ വാങ്ങുകയാണെങ്കിൽ മോട്ടോർ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാം, നടക്കുന്നതിനുള്ള ക്ഷീണവും കുറയ്ക്കാം. അങ്ങനെ അവർ പല പ്രായത്തിലുള്ള മൃഗക്കുട്ടികൾക്കും മുതിർന്നവർക്കും പലതരം സൈക്കിളുകൾ വാങ്ങി. എന്നിട്ട് ഒരു ദിവസം ഒരുമിച്ച് എല്ലാവരും സൈക്കിൾ ചവിട്ടാൻ തീരുമാനിച്ചു. മുന്നിൽ പുറകിലായി പല സമയങ്ങളിലായി അവർ സൈക്കിളുമായി ഇറങ്ങി. സൈക്കിളായതിനാൽ പൊടിപടലങ്ങളോ പുകയോ ഉണ്ടായിരുന്നില്ല. പല വേഗത്തിൽ ചവിട്ടിക്കൊണ്ടുവരുന്നത് കൊണ്ട് ഒരുമിച്ചുള്ള ഗതാഗത തടസ്സവും ഉണ്ടായില്ല. അങ്ങനെ സാവധാനം അവർ ഓരോരുത്തരായി സൈക്കിൾ ചവിട്ടി മുന്നേറി. വ്യായാമം ചെയ്യാനും കാട് വൃത്തിയായി സൂക്ഷിക്കാനും പുകയും പൊടിപടലങ്ങളും ഒഴിവാക്കാനും സൈക്കിൾ സവാരി ഏറ്റവും നല്ലതാണ്. അങ്ങനെ അവർ സൈക്കിളുകളെ സ്നേഹിച്ചു തുടങ്ങി. അന്നു മുതൽ കാട്ടിലെ മോട്ടോർ വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. നടപ്പുകാരും പലരും സൈക്കിളിലേക്ക് മാറി. ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ സഞ്ചരിക്കുന്നത് സൈക്കിൾ മാർഗത്തിലായി. പുതിയ അധ്യയന വർഷം വന്നപ്പോൾ കുഞ്ഞുങ്ങൾ സൈക്കിളിൽ സ്കൂളിൽ പോയി തുടങ്ങി. അങ്ങനെ സമ്പൂർണ്ണ സൈക്കിൾ വനമായി ആ കാട് മാറി. അതിന് മുൻകൈയെടുത്ത ചെറുപ്പക്കാരായ മൃഗങ്ങളെ ഏവരും അഭിനന്ദിച്ചു.